ഹലോ മക്കളെ, മിസ് ഇപ്പോൾ പറയാൻ പോകുന്നൊരു കാര്യം നിങ്ങൾ പലരും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകും. ആൻഡ് അത് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിൻസിയറായിട്ട് കമൻറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ കുറേ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണുന്നു. ആൻഡ് എല്ലാവർക്കും കുറേ യൂട്യൂബ് ചാനൽസ് ഉണ്ട്, കുറേ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും, എന്തിനാണ് ഇപ്പോൾ പഠിക്കണേ, അല്ലെങ്കിൽ പഠിച്ചതുകൊണ്ട് മാത്രമാണോ രക്ഷപ്പെടുക, ഇതേപോലെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി കണ്ടൻറ്റ് ക്രിയേഷൻ ഇറങ്ങിയാൽ പോരെ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മിസ് പറഞ്ഞു വരുന്നത് പഠിക്കേണ്ട കണ്ടൻറ്റ് ക്രിയേഷനിലേക്ക് പോകണം എന്നാണോ? ഒരിക്കലും അല്ല. അതായത് നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് കണ്ടൻറ്റ് ക്രിയേഷനാണ്, നിങ്ങൾക്ക് അങ്ങനെ യൂട്യൂബ് വ്ളോഗേഴ്സ് ആവാനൊക്കെയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവാം. പക്ഷേ നിങ്ങളുടെ ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ, അതായത് നിങ്ങളിപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പ്രായമാണ് അല്ലേ? അപ്പോൾ നിങ്ങളിപ്പം ഈ യൂട്യൂബിൽ കാണുന്ന ഈ ഒരു ആവേശവും മേളമൊക്കെ കണ്ടിട്ട് നിങ്ങൾ പഠിപ്പൊക്കെ നിർത്തി നിങ്ങളൊരു കണ്ടൻറ്റ് ക്രിയേഷനിൽ ഇറങ്ങുകയാണ്. ആൻഡ് നമ്മൾ വിചാരിച്ചതുപോലെ അത് ശരിയായില്ലെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ? നമ്മൾ ഓൾറെഡി നമ്മുടെ എഡ്യൂക്കേഷൻ കളഞ്ഞിട്ടുണ്ടാകും, നമ്മൾ അതൊക്കെ വിട്ടിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഈ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മൾ പഠിപ്പിൽ നമ്മൾ ഉഴപ്പിയിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ അവിടെ നമ്മൾക്ക് ഒരു പ്ലാൻ ബി നമ്മുടെ കയ്യിലില്ല. നമ്മൾ എല്ലാം വിട്ട് ഇതിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തില്ല, ഒരു പ്ലാൻ ബി ഇല്ലാത്ത അവസ്ഥയാകും. നമ്മൾക്ക് അവിടെ എന്തെങ്കിലും ഒരു തകർച്ച വരിക, അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ഒന്ന് നമ്മളെ കൊണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് അതാണോ താല്പര്യം, നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെ, എന്നിട്ട് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ നന്നായിട്ട് പഠിക്കുക. കാരണം നമുക്കൊരു SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, അത് കഴിഞ്ഞ് നിങ്ങൾ +1 +2 നല്ലപോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കോഴ്സ്, അതിപ്പോൾ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്ന് മാത്രം മിസ് പറയുന്നില്ല. നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം? ഓക്കെ, നിങ്ങൾക്ക് ഡോക്ടർ ആവണം ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇനി അതല്ല എഞ്ചിനീയർ ആണെങ്കിൽ അതൊന്നും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രി കോഴ്സിൻ്റെ എങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ആ പഠിച്ചുണ്ടാക്കിയ സാധനം എന്നും നിങ്ങളുടെ കയ്യിലുണ്ടാകും അല്ലേ? അത് ഇനിയിപ്പോൾ അതിന് ശേഷം നിങ്ങൾ ചിന്തിക്കുകയാണ്, എനിക്കിതല്ല, എനിക്ക് കണ്ടൻറ്റ് ക്രിയേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ എനിക്കൊരു വ്ളോഗർ ആവാൻ തന്നെയാണ് ആഗ്രഹം എന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആവാൻ ആഗ്രഹം, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇറങ്ങി തിരിക്കാം. കാരണം അതെങ്ങാനും ഫ്ലോപ്പ് ആയാലും നമ്മുടെ കയ്യിൽ സ്ട്രോങ് ആയിട്ട് പറയാൻ നമ്മുടെ കയ്യിലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഒരു കോഴ്സ് ഉണ്ട്, നമ്മുടെ എഡ്യൂക്കേഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിലൊരു പ്ലാൻ ബി ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ്, വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്ക് ആ റിസ്ക് എടുക്കാം. മറ്റേത് എന്താ പറ്റുകയെന്ന് വെച്ചാൽ നിങ്ങൾ ആ റിസ്ക് എടുക്കുന്നത് നിങ്ങളുടെ ലൈഫിനെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ എഡ്യൂക്കേഷൻ വിട്ടിട്ടാണ് അങ്ങോട്ട് പോയത്. നേരെ മറിച്ച് നിങ്ങളിപ്പോൾ നന്നായിട്ട് പഠിച്ച് ശേഷമാണ് നിങ്ങൾ ഈ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങുന്നത്, ഈ റിസ്ക് എടുക്കുന്നതെങ്കിലും ആ റിസ്ക് എടുത്തവരെ ലൈഫിൽ വിജയിച്ചിട്ടുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ അവരുടെ കയ്യിൽ എന്താണ്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു പവർ ഉണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് എടുത്താലും കുഴപ്പമില്ല. ഫ്ലോപ്പ് എന്തായാലും എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും അല്ലേ? അപ്പോൾ ഫ്ലോപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പോയി കുഴപ്പമൊന്നുമില്ല, നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ വെച്ചിട്ട് നമ്മൾ ജീവിക്കും, നമ്മുടെ കോഴ്സ് ഉണ്ടാവും നമ്മുടെ കയ്യിൽ സ്ട്രോങ് ആയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല. അതുമല്ല, നമ്മൾ ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളിപ്പോൾ പുറമേ കാണുന്നത് എന്താണ്, എല്ലാവരുടെ കയ്യിലും കുറേ പൈസയുണ്ട്, അവർ അടിച്ചു പൊളിച്ച് നടക്കുന്നു, അവർ കുറേ ട്രാവൽ ചെയ്യുന്നു, കുറേ കൊലാബറേഷൻ ചെയ്യുന്നു, അവർക്ക് കുറേ ഡ്രസ്സ് കിട്ടുന്നു, കുറേ സാധനങ്ങൾ കിട്ടുന്നു. ഇത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിൻ്റെ പിന്നിലുള്ള ആ ഒരു എഫേർട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ആ ഒരു എഫേർട്ട് നമുക്ക് സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം, എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ എൻ്റെ മക്കൾ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഉപേക്ഷിച്ച് നിങ്ങൾ ഫുൾ പഠിക്കണം എന്ന് മാത്രം മിസ് പറയില്ല. പക്ഷേ പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കുക തന്നെ വേണം. കാരണം നിങ്ങളിപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിൽ എന്താ പറ്റുക, പിന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഈസി ആയിരിക്കില്ല. നിങ്ങളിപ്പോൾ പഠിച്ച ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്നും നിങ്ങളുടെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഓക്കെ, പക്ഷേ ഈ ഒരു ഇൻഫ്ലുവൻസർ ആവുക അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ സക്സസ്ഫുൾ ആവാൻ പറ്റിയാലും ഒരു 5-6 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കുമോ ഈ ഫീൽഡ് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? കാരണം മാറ്റങ്ങൾ പലതരത്തിൽ വരാം. അപ്പം നമ്മളുടെ കയ്യിൽ അത് ഉണ്ടാവും ഒരു 5 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു 10 വർഷത്തിന് ശേഷം അത് എന്താവുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു പവർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്നും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ എൻ്റെ മക്കൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇപ്പോൾ എൻ്റെ മക്കളെല്ലാവരും നിങ്ങൾ സക്സസ്ഫുള്ളി SSLC കഴിഞ്ഞു, +1 കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് +2 കൂടെ ഉള്ളൂ അല്ലേ? നമ്മുടെ ഈ ഒരു ലാസ്റ്റത്തെ ഈ ഒരു ടേണിംഗ് പോയിൻറ്റിൻ്റെ
സംഭവം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഓക്കെ +2 നിർത്തരുത്. നിങ്ങളൊരു ഡിഗ്രി കോഴ്സ് സമ്പാദിക്കുക. ഒരു ഡിഗ്രി നല്ല നിങ്ങൾക്ക് ഏതാണോ താല്പര്യം, ഡോക്ടർ ആവാനാണെങ്കിൽ ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാനാണെങ്കിൽ അതാവാം. ഇനി അതല്ല ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സ് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. കാരണം ആ ഒരു സാധനവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താണ്, അപ്പം നമ്മളുടെ മുന്നിലൊരു വഴി തെളിഞ്ഞു വരും. എനിക്കിപ്പോൾ നിങ്ങൾ ആ ഒരു കോഴ്സ് എടുക്കുമ്പോൾ എനിക്കിതാണ് ഇനി വേണ്ടത്. ആ ഒരു ബേസിക് ഡിഗ്രി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉത്തരം ഇനി ഞാൻ എന്താവണം എന്നുള്ളതിന് ഉത്തരം നിങ്ങൾക്ക് താനേ വരും. അല്ലെങ്കിൽ നിങ്ങൾക്കത് ആ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ അതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഇതെന്നെ കണ്ടിന്യൂ ചെയ്യാം, ഇതല്ല എനിക്ക് വേണ്ടത്, ജസ്റ്റ് എനിക്ക് വേറെ യൂട്യൂബ് ബ്ലോഗർ ആവണം അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ആവണം. യെസ്, നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ. നിങ്ങളുടെ കയ്യിൽ സാധനമുണ്ട്. ആ ഒരു സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ +1 സർട്ടിഫിക്കറ്റ്, +2, പിന്നെ നിങ്ങളുടെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഇത് എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ വാല്യൂയിൽ ഒരു മാറ്റവും വരില്ല. അത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ വെക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് റിസ്ക് വേണമെങ്കിലും എടുത്തോളൂ. അപ്പം നമ്മൾക്കൊരു പ്ലാൻ ബി ഉള്ളിടത്തോളം കാലം നമുക്ക് ടെൻഷൻ അടിക്കേണ്ടി വരില്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങളുടെ +2 നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. എനിക്കറിയാം ഒത്തിരി മക്കൾ ഓൾറെഡി നല്ലപോലെ പഠിക്കുന്നുണ്ട്. ചില ആൾക്കാർ നമ്മുടെ ഉയരി ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടാവാം, കുറേ മക്കൾ നമ്മുടെ യോധ ബാച്ചിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാകും. അതല്ല കുറച്ച് മക്കളാണെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ പഠിക്കുന്നുണ്ടാവും, യൂട്യൂബ് ക്ലാസ്സുകൾ കാണുന്നുണ്ടാവും. മക്കളെ എങ്ങനെയായാലും ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇനി അതൊന്നും ചെയ്യാതിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് എപ്പോഴും നമ്മുടെ യോധ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ. എനിക്കറിയാം നിങ്ങൾക്ക് ഒത്തിരി സമയമൊന്നും ഇല്ല എന്നുള്ളത്, കാരണം പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. കാരണം അവിടെ നിങ്ങൾക്ക് ക്ലാസ്സുകളും അതേപോലെ തന്നെ ഷോർട്ട് നോട്ടിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകളും അതിൻ്റെ PDF നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് വെച്ച് കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ ഇത് കമ്പൽസറി ആയിട്ട് ഇത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവുമെന്ന് മിസ് ഒരിക്കലും പറയില്ല. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഇതാണ് നല്ലത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അതല്ല നിങ്ങൾ യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ട്, വേറെ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ, അതേപോലെ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മുടെ ആ ഒരു പ്ലാൻ ബി നിങ്ങൾ സ്വന്തമാക്കി വെക്കുക. അതിനുശേഷം നിങ്ങളുടെ പാഷൻ നിങ്ങൾ ഫോളോ ചെയ്തോളൂ. ഓക്കെ, ഇനി നിങ്ങളുടെ പാഷൻ എന്ന് പറയുന്നത് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി കോഴ്സുകളൊക്കെ ചേർന്ന് പഠിച്ചിട്ടുണ്ടാവും. ഇനി അതൊന്നും ചെയ്തിട്ടില്ല, ഇപ്പോൾ ഒരു +2 ആയപ്പോഴാണ് തോന്നിയത് ഇതൊന്ന് എഴുതി നോക്കണം, നീറ്റ് എക്സാം എഴുതി നോക്കണം, കീം എക്സാം എഴുതി നോക്കണം. പക്ഷേ ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളെ കൊണ്ട് പറ്റുമോ, നിങ്ങൾക്ക് അത് തന്നെയാണോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹോൾ ഇയർ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് അത് മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലതാണ് നിങ്ങളൊരു ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തൊക്കെ പഠിക്കണം, ഇങ്ങനെയൊക്കെ പഠിച്ചാലാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുക, ഇങ്ങനെയാണ് നിങ്ങളുടെ എക്സാം പാറ്റേൺ, ഇത് നിങ്ങൾക്ക് ഓക്കെയാണ്, ഇതിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പം നമ്മൾക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാം. നമ്മൾക്ക് ആ ഒരു ഫീൽഡാണോ അതല്ല വേറെ ഏതെങ്കിലും ആണോ എന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ക്രാഷ് കോഴ്സിലൂടെ. അത് നിങ്ങൾക്ക് പല ക്രാഷ് കോഴ്സുകളുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും. നമ്മുടെ എക്സാമിൻ്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളുടെ നീറ്റ് കീം ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ 999 ആണ് നമ്മുടെ ഫീ വരുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ യൂട്യൂബിലുണ്ടാകും. പക്ഷേ DPP ഇത് നിങ്ങൾക്ക് ബാച്ചിൽ മാത്രമായിരിക്കും കിട്ടുന്നത്. പിന്നെ മോക്ക് ടെസ്റ്റുകൾ, പിന്നെ വർക്ക് ഷീറ്റുകൾ, ഇങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ നമ്മുടെ എക്സാമിൻ്റെ PYQൻ്റെ ബുക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. എങ്ങനെ ആയാലും കുഴപ്പമില്ല മക്കളെ, മിസ് ആദ്യം പറഞ്ഞതുപോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടിരിക്കുക. അതിന് ഇപ്പോൾ വേണ്ടത് നമുക്ക് +2 കൂടി കംപ്ലീറ്റ് ചെയ്യുക, അതിനുശേഷം ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് എക്സാമിനറിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും. അതിലിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ യോധ ബാച്ചും നമ്മുടെ നീറ്റ് ആൻഡ് കീം ക്രാഷ് ബാച്ചാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്.